Hello students, today I am going to start the important chapter from plus 2 chemistry, that is solid state. Solid state, okay. Already we have learned matter can be classified into mainly 3 states: solid, liquid and gases. Solids differ from liquids and gases in possessing both definite volume and definite shape. നമുക്കറിയാം സോളിഡ്സിന് ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. ഓക്കെ, ദെൻ സോളിഡ്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ഇൻകംപ്രസിബിലിറ്റി, റിജിഡിറ്റി, സ്ലോ ഡിഫ്യൂഷൻ, മെക്കാനിക്കൽ സ്ട്രെങ്ത്, ജോമെട്രിക്കൽ സ്ട്രക്ചർ എക്സെട്ര. ഇതൊക്കെ സോളിഡ്സിൻ്റെ ചില പ്രത്യേകതകളാണ്. ഓക്കെ, ഇൻകംപ്രസിബിലിറ്റി, റിജിഡിറ്റി, സ്ലോ ഡിഫ്യൂഷൻ എക്സെട്ര. The study of solids is of great importance because most of their properties are applied in a number of fields. The properties of the solid not only depend upon the nature of the constituent particles but also in their arrangement. അപ്പോൾ സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആശ്രയിക്കുന്നത് സോളിഡിലുള്ള കോൺസ്റ്റുവൻ്റ് പാർട്ടിക്കിൾസിൻ്റെ നേച്ചറിനെ, സ്വഭാവത്തെ മാത്രമല്ല, എന്താണ്, സോളിഡിലുള്ള പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിനെ കൂടിയാണ്. ഓക്കെ, യെസ്. ദെൻ the solid substances may be divided into 2 types: crystalline solids and amorphous solids. Okay, crystalline solids and amorphous solids. Yes, what is meant by crystalline solids? The solid substances in which the constituent particles, it may be atoms, molecules or ions, are arranged in an orderly manner are called crystalline solids. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ അതിലെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്, ആറ്റങ്ങളുടെയും മോളിക്യൂൾസിൻ്റെയും അയോൺസിൻ്റെയും ഒക്കെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയായിരിക്കും? ഓർഡർലി ആയിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ പിന്നെ മാത്രമല്ല, ഒരു ക്രിസ്റ്റലൈൻ സോളിഡിന് ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ടായിരിക്കും. ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസസ് പൊസസ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റ് ഓൾസോ. ഓക്കെ, സോഡിയം ക്ലോറൈഡ്, ബേരിയം ക്ലോറൈഡ്, ഷുഗർ, സിങ്ക് സൾഫൈഡ് ഒക്കെ എന്താണ്? ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. വാട്ട് ഈസ് മെൻ ബൈ amorphous solids? Solids in which the constant particles do not possess orderly arrangement are called amorphous solids. അപ്പോൾ amorphous സോളിഡ്സിൽ കോൺസ്റ്റുവൻ്റ് പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്താണ്? ഓർഡർലി ആയിരിക്കില്ല. ഒരു ഓർഡർലി അറേഞ്ച്മെൻറ്റ് നമുക്കിവിടെ കാണാൻ പറ്റില്ല. ഈ എമോർഫസ് എന്നത് ഒരു ഗ്രീക്ക് വേർഡാണ്. എമോർഫസിൻ്റെ മീനിങ് എന്താ? എമോർഫസ് മീൻസ് നോ ഫോം എന്നാണ്. ദെൻ എക്സാമ്പിൾസ് ഫോർ എമോർഫസ് സോളിഡ്സ്: ഗ്ലാസ്, പ്ലാസ്റ്റിക്, റബ്ബർ എക്സെട്ര. ദെൻ ദ എമോർഫസ് സോളിഡ്സ് ഡു നോട്ട് possess sharp melting point. Then here we know glass is an amorphous solid. Glass ഒരു amorphous solid ആണ്. Okay, the glass is called pseudo solid or super cooled liquid. എന്തുകൊണ്ടാണ് ഗ്ലാസിനെ സ്യൂഡോ സോളിഡ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് പറയുന്നത്? ഓക്കെ, പ്ലീസ് ലിസൺ. Some glass objects from ancient civilization are found to become milky in appearance.
എന്താ കാരണം? കുറേ എന്താ പറയുക, വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ ഗ്ലാസ് ഒബ്ജക്ട്സ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു അവിടെ നമുക്കൊരു മിൽക്കിനെസ് കാണാൻ പറ്റും. ഓക്കെ, എന്താണ് ഇതിനുള്ള കാരണം? ഓക്കെ, യെസ്, അതായത് കാരണം എന്താണ്? അവിടെ ക്രിസ്റ്റലൈസേഷൻ നടന്നു എന്ന് പറയാം. ഡ്യൂ ടു ക്രിസ്റ്റലൈസേഷൻ. ഇപ്പോൾ നമുക്ക് പറയാം, യെസ്, സം ഗ്ലാസ് ഒബ്ജക്ട്സ് ഫ്രം ആൻഷ്യൻ്റ് സിവിലൈസേഷൻ are found in become milky in appearance because of some crystallization. Therefore, glass is called pseudo-solid or super-cooled liquid. ഓക്കെ, അതുപോലെ ഓൾഡ് ബിൽഡിങ്സിലെ ഗ്ലാസ് പ്ലെയിൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിൻ്റെ താഴെയുള്ള ഭാഗം കുറച്ച് എന്താണ്, യെസ്, താഴെയുള്ള ഭാഗത്ത് തിക്നെസ് കുറച്ച് കൂടുതൽ കാണാം. ഓക്കെ, എന്താണ് കാരണം ഇതിന്? പ്ലീസ് ലിസൺ. ഗ്ലാസ് പ്ലെയിൻസ് ഫിക്സ്ഡ് ടു ദ വിൻഡോസ് ഓഫ് ദ ഓൾഡ് ബിൽഡിങ്സ് are found to be thicker at the bottom than at the top because glass flows down very slowly and makes the bottom portion slightly thicker. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണ്? ഓൾഡ് ബിൽഡിങ്ങിലെ എന്താണ് വിൻഡോസിലെ ഗ്ലാസ് പ്ലെയിൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള ഭാഗത്തിൻ്റെ കട്ടി കുറച്ച് കൂടിയതായിട്ട് നമുക്ക് കാണാം. ഞാൻ പറഞ്ഞു കാരണം എന്താണ്? ഇപ്പോൾ മുകളിലുള്ള ഭാഗത്തെ ഗ്ലാസ് എന്ത് ചെയ്യുന്നു? താഴേക്ക് എന്ത് ചെയ്യുന്നു? ഫ്ലോസ് ഡൗൺ. ഓക്കെ, സാവധാനം താഴേക്ക് ഫ്ലോ ചെയ്യുന്നു. അങ്ങനെയാണ് താഴെയുള്ള ഭാഗം കുറച്ച് തിക്കറായിട്ട്, കുറച്ച് കട്ടി കൂടിയതായിട്ട് അവിടെ കാണപ്പെടുന്നത്. വല്ല താഴെയുള്ള ഭാഗത്തിൻ്റെ കട്ടി കൂടാനുള്ള കാരണം അതാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ദ മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ സോളിഡ് ആൻഡ് അമോർഫസ് സോളിഡ്. ഓക്കെ, ബോർഡ് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, യെസ്, ഫസ്റ്റ് ഡിഫറൻസ്, crystalline solids have definite characteristic shape. Crystalline solidന് നിശ്ചിത ഷേപ്പ് ഉണ്ടാവും. ബട്ട് amorphous solids have irregular shape. അപ്പോൾ ഒരു ഡെഫിനിറ്റ് ഒരു ക്യാരക്ടറിസ്റ്റിക് ഷേപ്പ് amorphous solidsന് ഉണ്ടാവില്ല എന്ന് പറയാം. ദ സെക്കൻഡ് ഡിഫറൻസ്, ഓക്കെ, crystalline solids have regular arrangement of constituent particles. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ദാറ്റ് ഈസ് ദേ possess long range order. Crystalline solids possess long range order. Yes, we can observe the orderly arrangement of the constituent particles. But in the case of amorphous solids, okay, amorphous solids do not have regular arrangement of constituent particles. That means they possess short range order. Crystalline solids possess long range order, but amorphous solids possess short range order. And the third difference, very very important, crystalline solids are anisotropic, but amorphous solids are isotropic. Yes, what is meant by the term anisotropic, or why the crystalline solids are said to be anisotropic? Please listen. The physical properties such as electrical and thermal conductivity, refractive index, etc. are different in different directions. ഓക്കെ, അപ്പോൾ ഒരു ക്രിസ്റ്റലൈൻ സോളിഡിൽ ഡിഫറെൻ്റ് ഡയറക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ചില ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്താണ്, യെസ്, ഡിഫറെൻ്റ് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബട്ട് ദ amorphous solids are isotropic, that is the physical properties are same in all direction. അപ്പോൾ ഏത് ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാലും അവയുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ യെസ്, ദ നെക്സ്റ്റ് ഡിഫറൻസ്, ദിസ് ക്യാൻ ബി ക്ലീവ്ഡ് അലോങ് ഡെഫിനിറ്റ് പ്ലെയിൻസ്. ക്രിസ്റ്റലൈൻ സോളിഡിനെ ഒരു നിശ്ചിത പ്ലെയിനിൽ കൂടി കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. യെസ്, ബട്ട് ദ amorphous solids undergo irregular
ക്ലീവേജ് ഓൺ കട്ടിങ്. നമുക്കറിയാം, ഒരു റബ്ബറിനെയോ ഒക്കെ ഗ്ലാസിനെയോ ഒക്കെ നിങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ, നൈഫ് കൊണ്ട് കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ ഒരിക്കലും ഒരു ഡെഫിനിറ്റ് പ്ലെയിനിൽ കൂടി നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. യെസ്, എക്സാമ്പിൾസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ സ്റ്റുഡൻസ്, എൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഗുഡ് ബൈ, സ്റ്റഡി വെൽ.